നമസ്കാരം. ഇഡിയെ നേരിടാൻ സഖാക്കൾക്ക് ക്ലാസ് എടുത്ത പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. ഇഡിയുടെ രാഷ്ട്രീയം വിശദീകരിക്കാൻ CPM കോഴിക്കോട് മുതലക്കുളത്ത് സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ. വീണയെ തൊട്ടാൽ അനങ്ങണ്ടായെന്നും പിണറായിക്ക് നേരെ വന്നാൽ പാർട്ടി സജ്ജമായിരിക്കണമെന്നും ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇഡി അന്വേഷിക്കുന്ന മാസപ്പടി കേസ് വീണ നിയമപരമായി നടത്തട്ടെയെന്നും എന്നാൽ പിണറായി വിജയനെയും മുഹമ്മദ് റിയാസ് അടക്കമുള്ള പാർട്ടി നേതാക്കളെയും ലക്ഷ്യം വെക്കുകയാണ് എങ്കിൽ അതിനെ പ്രതിരോധിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. കോഴിക്കോട് മുതലക്കുളത്ത് നടത്തിയ വിശദീകരണ യോഗത്തിൽ വെച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അന്വേഷണത്തിന് മുൻപ് ലക്ഷ്യം പ്രഖ്യാപിക്കുന്നതാണ് ഇഡിയുടെ രീതി. ഇതിനായി തങ്ങളുടെ നേതാക്കളെ വിട്ടുകൊടുക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. തങ്ങളെ ഭയപ്പെടുത്താമെന്ന ധാരണ ഇഡിക്കും മാധ്യമങ്ങൾക്കും വേണ്ട. എല്ലാ കടന്നാക്രമങ്ങളെയും നേരിട്ടുകൊണ്ടാണ് CPM വളർന്നത്. അറസ്റ്റ് ചെയ്യുന്നവരെ സംശയത്തിന്റെ പുകമറയിൽ നിർത്തുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇഡി കേസ് അന്വേഷിക്കുന്നത്. ഇതിനായി അന്വേഷണത്തിന് മുൻപേ തന്നെ ലക്ഷ്യം പ്രഖ്യാപിക്കുന്ന രീതിയാണ് ഇഡിക്കുള്ളത്. BJPക്കാരാണ് എങ്കിൽ കേസ് ഇല്ല എന്നതാണ് ഇഡിയുടെ മറ്റൊരു നിലപാട്. ഇഡി കൈകാര്യം ചെയ്യുന്ന കേസുകളിൽ 95% BJP ഇതര രാഷ്ട്രീയക്കാർക്കെതിരെയുള്ളതാണ്. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി അരവിന്ദ് കെജ്രിവാളിനെ ഇഡി 113 ദിവസം ജയിലിൽ കിടത്തി. എന്നാൽ ഇഡി BJPക്കാർക്കെതിരെ കേസെടുക്കില്ല. ഹവാല ആരോപണം ഇഡി ഉണ്ടാക്കിയതാണ്. വീണയുടെ കേസിൽ പാർട്ടി ഇടപെടുന്നില്ല. എന്നാൽ മുഹമ്മദ് റിയാസിനെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എങ്കിൽ പാർട്ടി അതിനെ പ്രതിരോധിക്കും. നിഖിലിനെയും കേസിൽ ഉൾപ്പെടുത്തിയാലും CPM കീഴടങ്ങില്ല. കരുവന്നൂർ കേസും വിചിത്രമാണ്. CPM നേതാക്കളെ കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. AC മൊയ്തീനെയും K രാധാകൃഷ്ണനെയും M വർഗീസിനെയും പ്രതികളാക്കി. ഇതായിരുന്നു MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലേക്ക് 4.5 കോടി രൂപ എത്തിയെന്ന് അടുത്തയിടെ PC ജോർജ് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കള്ളപ്പണമല്ലേ? കേരളത്തിലെ A ക്ലാസ് മണ്ഡലങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം BJP എത്തിച്ചു. ചാക്കിൽ കെട്ടി പണം BJP ഓഫീസിൽ എത്തിച്ചുവെന്നാണ് ഒരു BJP നേതാവ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇഡി ചോദ്യം ചെയ്യാത്തത് എന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചോദിച്ചു. ഇഡി അന്വേഷിക്കുന്ന കേസ് വീണ നിയമപരമായ രീതിയിൽ നടത്തട്ടെ എന്നാണ് ഞങ്ങളുടെ തീരുമാനം. എന്നാൽ ഇഡിയും മാധ്യമങ്ങളും ശ്രമിക്കുന്നത് ഇതിനല്ല. വീണയെ പരിചയപ്പെടുത്തുന്നത് മുൻ മുഖ്യമന്ത്രിയുടെ മകളെന്നും ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മകളെന്നുമാണ്. വീണയിലൂടെ പിണറായി വിജയനെയാണ് ലക്ഷ്യമിടുന്നത്. ഇത് തികച്ചും രാഷ്ട്രീയമാണ് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നു.